ഹലോ അങ്ങനെ ബേബി ഗേൾ കണ്ടു കേട്ടോ. ഒരു ആവറേജ് മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒത്തിരി ലാഗ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. അതുമല്ല ഈ സിനിമയ്ക്കകത്ത് നിവിൻ പോളിയുടെ എന്തിനാണ് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് എക്സ്ട്രാ ഔട്ട്പുട്ടാണ് നിവിൻ പോളി ഈ പടത്തിനകത്ത് കൊണ്ടുവന്നത്? ഒന്നുമില്ല. ഒരു ആവറേജ് ത്രില്ലർ. എൻറ്റയർ പോലീസ് സിസ്റ്റത്തിനെ പൊട്ടനായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതൊക്കെ കഥയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് കുറച്ച് ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലിജോ മോൾ ജോസിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പടത്തിൽ ആ ഒരു ഇമോഷണലി കണക്റ്റ് ആയി. പിന്നെ അതേപോലെ തന്നെ സംഗീതമാണെങ്കിലും. പക്ഷേ നിവിൻ പോളി വെറുപ്പിച്ച് കളഞ്ഞു കേട്ടോ പടത്തിനകത്ത്. കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യാലിറ്റി മാത്രം. അതേപോലെ തന്നെ അഭിമന്യു ഷമ്മിയുടെ പെർഫോമൻസ് ആണെങ്കിലും ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് തോന്നി. പിന്നെ പടത്തിനകത്ത് എൻറ്റയർലി ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ലാഗ് ആയിരുന്നു. മ്യൂസിക് തരക്കേടില്ല, അത്ര തന്നെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പടത്തിനകത്ത് ഒത്തിരി എഫേർട്ടൊന്നും എടുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജാഫർ ഇടുക്കി, അസീസ്, പിന്നെ അതേപോലെ തന്നെ കുറേ ഗസ്റ്റ് റോൾസ് ഇതിനകത്തുണ്ട്. ഈ പടത്തിന് 5-ൽ ഒരു 1.5 കൊടുക്കുന്നു. ഈ പടം കുളവാക്കിയത് തന്നെ നിവിൻ പോളിയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ആരാണ് വന്നൊന്ന് മോഹം കാണിക്കും. ബട്ട് ലിസ്റ്റൻ സ്റ്റീഫന്റെ മോഹം ആക്ടിങ് കണ്ടപ്പോഴത്തേക്ക് വെറുത്തുപോയി. എന്തിനാണ് നിങ്ങൾ അഭിനയിക്കാൻ വരുന്നത്? ഇതേപോലെ റിവ്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. മുംബൈ മല്ലു ഫ്രം സൗദി അറേബ്യ.